കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവജനത്തോടൊപ്പം വലിയവനെ എനിക്കും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവം തന്ന വിലയേറിയ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം 34-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുക. കണ്ണുകളിടയ്ക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, വായിച്ചു കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം അനുഗ്രഹപ്രദമായി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. തിരുസ്ഥാനത്ത് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന എളിയവൻ്റെ കുറവുകളൊന്നും കർത്താവ് കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ആരുടെയും അനുഗ്രഹത്തിന് തടസ്സമാകാതെ പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങൾ കേൾപ്പിക്കുക പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുക. തുടക്കത്തിലെ പ്രാർത്ഥന, നമ്മുടെ ഇന്നത്തെ ആരാധനയുടെ തുടക്കത്തിൽ അഗസ്റ്റിൻ ബ്രദർ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ. ശലോമോൻ രാജാവ് എല്ലാ ജനത്തെ ഒരുമിച്ച് വിളിക്കുകയാണ് ദൈവത്തെ ആരാധിപ്പാൻ. ഇവിടെ സംഗീതക്കാരൻ അതുപോലെ എല്ലാവരെയും വിളിക്കുകയാണ്. വരുവീൻ, നമുക്ക് ഒന്നിച്ച് യഹോവയുടെ നാമത്തെ, ജീവനുള്ള ദൈവത്തെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ജീവി പറഞ്ഞതും അത് തന്നെയാണല്ലോ. ദാവീദിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ദാവീദ് അപ്രകാരം ജനത്തെ എല്ലാം കൂട്ടി വിളിക്കുകയാണ്. അത് തന്നെയാണല്ലോ ഇന്നത്തെ എൻ്റെയും പ്രസംഗമാക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച്, വ്യക്തിപരമായോ സഭാപരമായോ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാതിരിപ്പാൻ ദുഷ്ടനായവൻ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും കൊണ്ടിടും. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ആകാതിരിപ്പാൻ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന നിരാശകൾ, വേദനകൾ, ദുഃഖങ്ങൾ ഒക്കെ മുഖാന്തരമായി തീരും. നമ്മുടെ ഹൃദയം നിരാശപ്പെട്ടു പോകുമ്പോൾ, ഹൃദയം ദുഃഖത്താൽ നിറയുമ്പോൾ നമുക്ക് ഒന്നിച്ച്, നമുക്ക് വ്യക്തിപരമായോ സഭയായിട്ടോ ആരാധിപ്പാൻ കഴിയാതെ വരും. പക്ഷെ അതിൻ്റെ വലിയൊരു തന്ത്രമാണ്. കണ്ണുനീരിൻ്റെ നനവും വേദനയുടെ നിറവും കൂടിച്ചേർന്ന് എൻ്റെയും നിങ്ങളുടെയും കൂടെ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ദുഃഖം. ഒരു അനാവശ്യമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖം. എത്ര ശ്രമിച്ചാലും മനുഷ്യന് മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒരു സംഗതിയാണിത്. എല്ലാ മനുഷ്യ മനസ്സുകൾക്കും താങ്ങാൻ പറ്റാത്തതാണ് ദുഃഖം. അത് പല വിധത്തിലുള്ള ദുഃഖമാകാം. ദുഃഖത്തിന് വലിപ്പ ചെറുപ്പമില്ല. എന്നാൽ ഏത് വിധത്തിലുള്ള ദുഃഖവും അളവുകോലുകൾക്ക് അപ്പുറത്താണ്. അത് ഭാര്യ ഭർത്തൃബന്ധത്തിലെ പൊരുത്തക്കേടുകളാകാം, തെറ്റിപ്പോയ തങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള ദുഃഖമാകാം, തങ്ങളുടെ ശരീരത്തെ ബാധിച്ച രോഗത്താലുള്ള ദുഃഖമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള ദുഃഖമാകാം. അങ്ങനെ പോകുന്ന ദുഃഖത്തിൻ്റെ നീണ്ട നിര. പക്ഷേ സാമാന്യമെന്നും അസാമാന്യമെന്നും ഒക്കെ നമ്മൾ ദുഃഖത്തെ പലപ്പോഴും വിളിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാം ദുഃഖത്തിൻ്റെ അളവ് കോലിടുകയാണ്. പലമാതിരി ഭാവങ്ങളിൽ ഹൃദയം വിങ്ങുമ്പോൾ ദുഃഖത്തിൻ്റെ തീവ്രത നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാകുന്നു. അങ്ങനെ വരുമ്പോൾ പലരും ജീവിതത്തെ സ്വയം അവസാനിപ്പിക്കുന്ന ആത്മഹത്യയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ദുഃഖമില്ലാത്തൊരു ജീവിതം ഈ ഭൂമിയിൽ അസാധ്യമാണ് മനുഷ്യന്. സുഖം എന്തെന്നറിയണമെങ്കിൽ ദുഃഖം ഉണ്ടായേ തീരും.
സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതത്തിനാണ് നാം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് നമ്മൾ ആകുലപ്പെടുന്നത് ജീവിതം വെറുതെ പാഴാക്കി കളയുകയാണ്. ദുഃഖമുണ്ടാകാൻ പ്രത്യേക സമയങ്ങളൊന്നുമില്ല. എപ്പോഴോ വെള്ളയിലും മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ദുഃഖം കടന്നു വരാം. നമ്മുടെ ജീവിതയാത്രയിൽ ജനിച്ചു വീഴുമ്പോൾ മുതൽ മരിക്കുന്ന സമയം വരെ ദുഃഖം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ ഭൂമിയിലേക്ക് നാം ജനിച്ചു വീഴുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണല്ലോ. ദുഃഖമില്ലാത്ത സാഹചര്യങ്ങളാണ് ഞാനും നിങ്ങളും സകല മനുഷ്യരും സ്വപ്നം കാണുന്നത്. അല്പനാളുകൾക്ക് ശേഷം എല്ലാം ശരിയാകും, ദുഃഖമില്ലാതെ കഷ്ടതകളില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാനാകും എന്നാണ് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്നത്. അതാണല്ലോ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം മനുഷ്യന് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഒരു വശം ദുഃഖമാണെന്ന് നാം മറന്നുപോകരുത്. സുഖം പോലെ തന്നെ ജീവിതത്തിന്റെ മറുവശം, ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെയാണ് സുഖവും ദുഃഖവും. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും ഓർത്ത് ദുഃഖിച്ച് നാം ഒരിക്കലും സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അത് സുഖമായാലും ദുഃഖമായാലും എന്തായിരുന്നാൽ തന്നെയും നമ്മുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും സാധിക്കാതെ വരുന്നതാണ് ദുഃഖത്തിനുള്ള ഒരു കാരണം. ദൈവ കൃപയിലുള്ള ആശ്രയത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ ദുഃഖം കടന്നു വരുന്നത്. മനസ്സ് പതറി ദുഃഖം ഹൃദയത്താൽ നിറയുമ്പോൾ നാം നമ്മോട് തന്നെ പറയണം, ഇതും എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചതാണ്. ഹല്ലേലൂയ. ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ ദൈവത്തിന്റെ വലിയ കൃപ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഒരു പരിധിവരെ ദുഃഖങ്ങളെ മറികടക്കുവാൻ ദൈവത്തിന്റെ കൃപ നമ്മെ സഹായിക്കും. ദൈവത്തിലെ ആശ്രയം നമ്മെ സഹായിക്കും. ഓരോ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും അതാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും അത്തരത്തിലൊന്നും മറ്റാർക്കും ഉണ്ടാകില്ല എന്നും നാം ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ നാം സ്വയം പ്രതിക്കൂട്ടിലാവുകയാണ്. പക്ഷെ അതെല്ലാം ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആശ്വാസം വളരെ വലുതാണ്. ഏത് പ്രശ്നങ്ങളെയും നാം നേരിടുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചേ ഒന്ന് ജീവിതത്തിൽ വലിയ ആശ്വാസം കിട്ടുമെന്നുള്ള സംശയമില്ല. നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലും ചില സംഗതികൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. മുറിവേൽപ്പിക്കുന്ന ദുഃഖാനുഭവങ്ങൾ കൊണ്ട് നാം കടന്നു പോകാറുണ്ട്. അത് ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്നാകാം, സഹവിശ്വാസികളിൽ നിന്നുമൊക്കെ ആകാം. നിരപരാധികളെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നാം പലപ്പോഴും കുറ്റവാളികളെ പോലെ നിൽക്കേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ സമയമെല്ലാം ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ ഒന്നിലും തളരാതെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുവാൻ ഒരു വിശ്വാസി പഠിച്ചിരിക്കണം. പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം തന്നെയാണ്. അവയെ തടഞ്ഞു നിർത്തേണ്ടത് അല്ലെങ്കിൽ മറികടക്കേണ്ടത് ദൈവത്തിന്റെ കൃപയുടെ വൻ മതിലുകൾ നമ്മുടെ ഹൃദയത്തിൽ നാം പണിതുകൊണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെ മധുരമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദുഃഖമില്ലാത്ത ഒരു ജീവിതത്തിനായിട്ടല്ല, മറിച്ച് ദുഃഖാനുഭവങ്ങളിലും തളരാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സാധു കൊച്ചു യേശു പാടിയതുപോലെ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയാൽ എൻ്റെ മുമ്പിലേക്ക് ഇത്ര വിശ്വാസികൾക്ക് പറ്റും. ദുഃഖാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനും പാടുവാനും എത്ര പേർക്ക് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഹവായിലെ ഒരു സുവിശേഷ പ്രവർത്തകയായിരുന്നു ലൂസിലെ ഫെഡറിക്. വിദേശത്തുനിന്ന് വരുന്ന തന്റെ ചില സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ അവർ ഹോണോലുലു തുറമുഖത്തെത്തി. കപ്പലിലെ ടൂറിസ്റ്റുകളെല്ലാം പൊട്ടിച്ചിരിച്ച് പാട്ടുപാടിയും സന്തോഷത്തോടെ തുറമുഖത്ത് കപ്പലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഈ വലിയ ബഹളത്തിനിടയിൽ ഹൃദയം പിളരുന്നത് പോലെ ഒരു വലിയ നിലവിളി ഉയരുന്നത് ലൂസിലെ കേട്ടു. ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെയായിരുന്നു അവരത് കേട്ടത്. ആളുകളെ വകഞ്ഞു മാറ്റി
ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ലൂസിലെ ഓടിച്ചെന്നു. അമർത്തിയിട്ടും അടക്കാൻ പറ്റാതെ നിലവിളിച്ചുകൊണ്ട് ഒരു കൊറിയൻ യുവതി കപ്പലിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്നതാണ് ലൂസിലെ കണ്ടത്. ലൂസിലെ ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അടുത്ത് കണ്ട ഒരു സിമന്റ് ബെഞ്ചിലേക്ക് കൊണ്ടിരുത്തി. അത് രണ്ടുപേര് വീഴുന്നു. ആ യുവതി അല്പം ഒന്ന് ശാന്തമായപ്പോൾ ലൂസിലെ അവളോട് കരഞ്ഞതിൻ്റെ കാര്യം അന്വേഷിച്ചു. ഒതുക്കി വെച്ച സങ്കടം ആ സഹോദരയുടെ വീണ്ടും പുറത്തായി. ഉത്തര കൊറിയക്കാരിയാണ് അവൾ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും രക്ഷ നേടാൻ ദക്ഷിണ കൊറിയയിലേക്ക് ഒരു ചെറിയ ബോട്ടിൽ 130 പേരോട് ഒപ്പം യാത്ര ചെയ്യാൻ തയ്യാറായി. നല്ല ഇരുട്ടുള്ള രാത്രിയാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. തീരദേശ സംരക്ഷണയുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അവരെ വെടിവെച്ച് കൊന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് ബോട്ടിലിരുന്നത്. പെട്ടെന്ന് ഈ കൊറിയൻ യുവതിയുടെ കയ്യിലിരുന്ന കുഞ്ഞ് കരയാൻ തുടങ്ങി. യാത്രക്കാരെല്ലാം വളരെ അസ്വസ്ഥരായി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് തീരസംരക്ഷണ സേനയെങ്ങാനും വന്നാൽ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെട്ടത് തന്നെ. ഈ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി യുവതി കുഞ്ഞിന്റെ കരച്ചിൽ അടക്കുവാൻ ശ്രമിച്ചു. ആകുന്നതെല്ലാം ചെയ്തു. പക്ഷേ കുഞ്ഞ് ഭയങ്കരമായി കരയുക തന്നെയാണ്. ഉടനെ കുഞ്ഞിന്റെ കരച്ചിൽ അടക്കിയില്ലെങ്കിൽ കടലിൽ വലിച്ചെറിയണമെന്ന് കൂടെയുള്ളവർ യുവതിയോട് ആവശ്യപ്പെട്ടു. ഈ കുഞ്ഞിന്റെ കരച്ചിൽ അടക്കുവാൻ യുവതി ആ കുഞ്ഞിന്റെ വായ് പൊത്തി. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. കുഞ്ഞ് കൈകാലുകൾ കുടഞ്ഞ് അലറി വിളിക്കുകയാണ്. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പറഞ്ഞ് ആ സഹോദരി പൊട്ടിക്കരയുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ദക്ഷിണ കൊറിയയിലെത്തി. ഇപ്പോൾ ഹോൺഹോളിലെ തുറമുഖത്തും ഞങ്ങളെത്തി. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തൊരു ദുഷ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി വീണ്ടും കരയുവാൻ തുടങ്ങി. ലൂസിലെ അനുകമ്പയോടെ അവിടെ കൈകൾ പിടിച്ച് തലോടിയിട്ട് പറഞ്ഞു, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ പാപക്കടലിൽ എറിഞ്ഞു കളഞ്ഞ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആ സഹോദരിയോട് പറയുവാനിടയായി തീർന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം ആ അമ്മയെ സ്പർശിച്ചു. ആ യുവതി വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ തൻ്റെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവളുടെ ഹൃദയം ദിവ്യ സമാധാനത്താൽ നിറഞ്ഞു. ഞാൻ നിങ്ങൾ എന്നേക്കും ജീവിക്കുവാൻ വേണ്ടി സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് നിങ്ങൾ ഈ സമയം പ്രതികരിക്കുമോ? എൻ്റെ മുമ്പിലേക്ക് എത്ര പേരുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർ? അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുക, ഇതാകുന്നു സമയം, ഇതാകുന്നു സുപ്രസാദകാലം. കർത്താവായ യേശു സ്വന്തം ഹൃദയത്തെ സ്വീകരിച്ച് വിശ്വാസസ്നാനമേറ്റ് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവമക്കളായി ജീവിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അതിനുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഈ ചർച്ചിലുണ്ടല്ലോ. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സാമ്പ്രദായം സമീപിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തരും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഗോൾഡൻ വേഴ്സ് എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, യോഹന്നാൻ 3:16 എന്ന് വായിക്കാം. യോഹന്നാൻ 3:16 ഗോൾഡൻ വേഴ്സ് ആർക്കും അറിയതില്ലേ? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യദൈവവും നിത്യജീവനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട പോലെ അറിവില്ലാതിരുന്ന സമയത്ത് തന്നെ നമ്മെ ആ അറിവിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലുള്ള വിശ്വാസത്താൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് തൻ്റെ പ്രിയ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ ഈ സത്യോപദേശത്തിന് വേണ്ടിയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയും പല ത്യാഗങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കാരണം അവരുടെ ത്യാഗത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. ദൈവത്തിന് സ്തോത്രം. മുമ്പ് പലരായിരുന്നു നാം ഇപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സഭയാക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് സഭയുടെ സൗന്ദര്യം.
ദൈവസ്നേഹം നമ്മെ ഒരു ശരീരമാക്കി നിർത്തുകയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വിരിക്കുന്നു. നോക്കണേ, എന്റെ മുമ്പിലായിരിക്കും നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഏക ശരീരമാകുന്നു, കർത്താവിന്റെ സഭയാകുന്നു. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം പല അത്ഭുത പ്രവൃത്തികളും ചെയ്തു. വായിക്കാം പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. പുറപ്പാട് 10:9. പുറപ്പാട് 10:9. എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചത് മോശ ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും, ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. നോക്കണേ, അപ്പം കന്നുകാലികളെ ഉൾപ്പെടെ ദൈവത്തെ ആരാധിക്കാൻ കൊണ്ടുപോവുകയാണ്. അത്രമാത്രം ദൈവത്തോടുള്ള അവരുടെ ഹൃദയത്തിൽ ആരാധിക്കാനുള്ള ഹൃദയത്തിന്റെ വാഞ്ച. ദൈവത്തിന് സ്തോത്രം. ഇത് മോശ പറയുമ്പോൾ ഫറവോൻ അനുവദിക്കുന്നില്ല. ഫറവോൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഫറവോൻ അതിനെ അനുവദിക്കുന്നില്ല. ഒന്നായിരിക്കുവാനും ഒന്നിച്ചാരാധിക്കുവാനും അനുവദിക്കാത്ത വിധത്തില് സാത്താൻ പല വിധത്തിൽ എപ്പോഴും എന്നോടും നിങ്ങളോടും പോരാടിക്കൊണ്ടിരിക്കും. വീണ്ടും മോശ പറയുകയാണ്, വായിക്കാം പുറപ്പാട് പുസ്തകം 10:26. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരേണം, ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിച്ചുകൂടാ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് പോലും അതിനെ എടുത്ത് ദൈവത്തെ ആരാധിക്കേണ്ടതിനാണ് ഇവർ മൃഗങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത്. എന്റെ പ്രസംഗവാക്യവും തന്നെയാണ്, നാം ഒന്നിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. നമ്മെയും നമുക്കുള്ളതിനെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു മനസ്സോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ദൈവത്തിനത് പ്രസാദകരമായിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. വായിക്കാം 133-ാം സങ്കീർത്തനം. 133-ാം സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. നാം ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനാണല്ലോ, അതിനൊരു സംശയമില്ല. അങ്ങനെയെങ്കിൽ നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ഒന്നിച്ച് ഏക മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. അതാണ് ആരാധനയുടെ യഥാർത്ഥ രീതി. ദൈവത്തിന് സ്വീകാര്യമായതും അതുതന്നെയാണ്. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. എസ്രാ 10:7-8. പഴയ നിയമത്തിലെ 481-ാമത്തെ പേജ്. പഴയ നിയമത്തിൽ 481-ാമത്തെ പേജ്. അനന്തരം അവൻ സകല പ്രവാസികളും യെരൂശലേമിൽ വന്നു കൂടണമെന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതിരുന്നാൽ അവന്റെ വസ്തുവകൾ ഒക്കെയും കെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദയിലും യെരൂശലേമിലും പ്രസിദ്ധമാണ്. അപ്പോൾ എസ്രാ സകല മനുഷ്യരെയും വിളിക്കുകയാണ് ദൈവത്തെ ആരാധിക്കാൻ. എസ്രായുടെ കൽപ്പന ജനം അംഗീകരിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
അവരെല്ലാവരും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് വന്നുകൂടി ദൈവത്തെ ആരാധിച്ചു. ദൈവജനത്തിന് ഒരു വേർപാടിൻ്റെ പ്രമാണം ഉണ്ടായിരിക്കണം. ദൈവജനമേ, വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുവാനും, മനസ്സിൽ തോന്നുന്നത് എന്തും ചെയ്യുവാനും, കണ്ണിൽ തോന്നുന്നത് എന്തും എടുക്കുവാനും ദൈവമക്കളായ നമുക്ക് യാതൊരു അധികാരവുമില്ല. ദൈവം അതിന് അനുവദിക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. വായിക്കാം 2 കൊരിന്ത്യർ 6:14 മുതൽ 17 വരെ. 2 കൊരിന്ത്യർ 6:14 മുതൽ 17 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? നോക്കണേ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ഇനി വിശ്വാസ ലോകത്ത് നടക്കുന്നത് മുഴുവനും അത് തന്നെയാണ്. വിശ്വാസി അവിശ്വാസിയെ കല്യാണം കഴിക്കുന്നു, വിശ്വാസി അവിശ്വാസിയുമായിട്ട് കൂട്ടുകെട്ടും തരും. അപ്പോൾ അവിശ്വാസിയുടെ സകല ദുർസ്വഭാവങ്ങളും വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പിന്നോക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. വായിക്കാം സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സംഖ്യാപുസ്തകം 23:9. പഴയ നിയമത്തിലെ 159-ാമത്തെ പേജ്. നിങ്ങൾ നമുക്ക് സമയത്തിൻ്റെ വളരെ ക്രമീകരണം ഉള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ വെച്ച് പേജ് നമ്പറോട് നോക്കിയാണ് വന്നിരിക്കുന്നത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആരാ തനിച്ചു പാർക്കുന്ന ജനം? വിശ്വാസ സമൂഹം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിയരെ കുറിച്ച് ബിലെയാം പറഞ്ഞതാണ് വായിച്ചു കേട്ടത്. നമ്മുടെ വീടുകളില്, ജീവിതത്തില് ദൈവത്തിന്റെ നാമത്തെ ഒന്നിച്ച് ഉയർത്തപ്പെടുന്ന ശബ്ദം ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകൾ കൊണ്ടുവന്നിട്ടിട്ട് ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ നമ്മെ പിശാച് പിന്നോക്കം കൊണ്ടുപോകും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീതിമാന്റെ കൂടാരങ്ങളില് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. വ്യത്യാസമില്ലാതെ ഒരു മനസ്സോടെ ദൈവത്തെ ഉയർത്തുന്ന ശബ്ദം നമ്മിൽ നിന്ന് ഉയരണം. ഹല്ലേലൂയ. വേർപാടിന്റെ ജീവിതം നയിക്കുന്നവരെ ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം അപമാനിച്ചാലും സർവശക്തനായ ദൈവത്തിന്റെ സഹായം അവർക്കെപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല. മറ്റുള്ള ലോകമനുഷ്യരിൽ നിന്ന് വേർപെട്ട് ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അവർക്കൊന്നിനും മുട്ടുണ്ടാകുകയുമില്ല. നിനവേക്കെതിരെ യോന പ്രവചിച്ചപ്പോൾ അവർ അനുതപിച്ചു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വായിക്കാം യോനയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെ. പുതിയ നിയമത്തില് 875-ാമത്തെ പേജ്. 2 വാക്കല്ലേ വ്യത്യാസം വന്നുള്ളൂ. വലിയവനും ചെറിയവനും ഒരുപോലെ കെട്ടുപിടിച്ചു. വർത്തമാനം നിനിവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് കെട്ടുപുതച്ച് വെളിയിലിരുന്നു. അപ്പൊ നോക്കണേ, അവർ ഒരുപോലെ ദൈവത്തോട് നിലവിളിച്ചു. രാജാവ് പോലും രാജവസ്ത്രം ഉപേക്ഷിച്ച് ജനത്തോട് ചേർന്ന് രട്ടുടുത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ആ കരച്ചിൽ എവിടെയെത്തി? ദൈവസന്നിധിയിലെത്തി. ഏക മനസ്സോടുകൂടി എവിടെ ആരാധന നടക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും വിടുതലും ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ദൈവം അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന അനർത്ഥം അതോടുകൂടി എടുത്ത് മാറ്റുവാനിടയായി തീർന്നു. നാം എടുക്കുന്ന ദൈവിക തീരുമാനങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മെ തന്നെ ശോധന ചെയ്ത് നാം യഥാസ്ഥാനപ്പെടേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിമേൽ ഞാൻ കർത്താവെ അങ്ങയെ ദുഃഖിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോടും അനുതാപത്തോടും കൂടി ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത് ആവശ്യം തന്നെയാണ്. ദാവീദ് രാജാവായ ശേഷം യഹോവയുടെ പെട്ടകം യഥാസ്ഥാനത്താക്കുവാൻ എല്ലാവരും ഒന്നിച്ചുകൂടി. വായിക്കാം 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 6:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ.
പഴയ അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് തീർന്ന ശേഷം അവർ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അപ്പോ പെട്ടകം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. പെട്ടകം വണ്ടിയിൽ കയറ്റിയപ്പോൾ അത് ശിക്ഷയായി മാറുവാനിടയായി തീർന്നു. പെട്ടകം കയറ്റിയ വണ്ടിയുടെ കാള വീരണ്ടു. വണ്ടി തെളിച്ചിരുന്ന ഉസ പെട്ടകം വീണു പോകാതിരിക്കുവാൻ പെട്ടകത്തെ പിടിച്ചു. ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ജ്വലിച്ചു. ദൈവം അവനെ അവിടെ വെച്ച് തന്നെ സംഭരിച്ചു കളഞ്ഞു. പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വലിയ അനുഭവങ്ങളിലൊന്നാണിത്. എവിടെ എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ ഉള്ളിൽ വിശ്വാസികളായി ഞാനും നിങ്ങളും നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. പെട്ടകം വണ്ടിയിൽ കയറ്റുവാനുള്ളതല്ല, മറിച്ച് അത് കൊഹാത്യർ തന്നെ ചുമന്നു കൊണ്ടുപോകേണ്ടതാണ്. പെട്ടകം യഥാസ്ഥാനത്തായപ്പോൾ ദാവീദും ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആർപ്പോടും നൃത്തത്തോടും കൂടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായിട്ടുണ്ട്. ഏറ്റവും താണയ അവസ്ഥയിലായിരുന്ന തന്നെ ദൈവം ഉയർത്തിയതോർത്ത് ദൈവത്തിന് ദാവീദ് നന്ദി പറയുകയാണ്. നാമും അങ്ങനെ തന്നെയാണല്ലോ. ഏറ്റവും താണയ അവസ്ഥയിൽ കിടന്നിരുന്ന, പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തനായിട്ട് ദൈവത്തിന് നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ മാത്രമേ ഒന്നിച്ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയുള്ളൂ. നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഒന്നിക്കുന്ന ഒരനുഭവമാണ് തിരുവത്താഴ ശുശ്രൂഷ. ഇത് കർത്താവിൻ്റെ ശരീരത്തോട് രക്തത്തോടുമുള്ള കൂട്ടായ്മയുടെ ബന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. നാം പലരായ നാം ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നു. അപ്പം നമ്മെ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെയും രോഗശാന്തിയെയും പ്രതിനിധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുവത്താഴത്തിൽ അപ്പത്തെ നമ്മുടെ കർത്താവിൻ്റെ മാംസത്തിൻ്റെ പ്രതീകമായി പ്രാർത്ഥിച്ച് അത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം പുനരുത്ഥാനത്തിൻ്റെ ശരീരമായി മാറുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരം മർത്യമായതാണല്ലോ. എന്നാൽ നമ്മൾ ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം നാം കുടിക്കുകയും ചെയ്യുമ്പോൾ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മാംസത്തിനും രക്തത്തിനും നാം കൂട്ടാളികളാകുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ദൈവമക്കളായ നമ്മളിലും വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്നായി ചേരുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ഭോജനയാഗം. ധാന്യം പൊടിച്ച് നേരിയ മാവാക്കി മാറ്റി അതിൽ എണ്ണ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ എല്ലാം ഒന്നു ചേർന്ന് ഒറ്റ പിണ്ടമായി മാറുന്നു. വായിക്കാം. 1 കൊരിന്ത്യർ 12:13. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഒരേ ആത്മാവിനെ നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ ഒന്നായി തീരുന്നു. അതാണ് ദൈവസഭയുടെ അനുഗ്രഹവും. അതാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് വിശുദ്ധിയിലും ദൈവമുഖം കണ്ട് നാം ആരാധിച്ചേ മതിയാകത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 74-ാം വാക്യം. ലൂക്കോസ് 1:74. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ഇരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമം ഓർത്തതുകൊണ്ട്. കർത്താവിനെ സ്തുതിക്കുവാനായി നമ്മുടെ നാവും ഉള്ളവും ഉയരട്ടെ. നാം ഒന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ നാമത്തെ നാം ഉയർത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധാത്മശക്തിയാൽ ജീവിക്കുന്നുവെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയ്ക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കാഹളധ്വനി നാം കേൾക്കുവാനിടയായിത്തീരും.
വായിക്കാം. 1 തെസ്സലോനിക്കരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. കർത്താവിന്റെ ആ കാഹളധ്വനി ഈ അന്ത്യകാലഘട്ടത്തിൽ കേൾക്കുവാൻ നമ്മുടെ മധ്യത്തിലായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എളിയനായി എന്നെയും നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ. ദൈവം നമ്മളിലെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ദൈവജനത്താൽ നിങ്ങളെ പ്രചോദിപ്പിച്ചതിന് നിങ്ങളിൽ നന്ദി കരയറ്റുകയാണ്. നാം കേട്ട വചനം വിട്ടുകളയാതെ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമുക്ക് പ്രാവർത്തികമാക്കുവാനും അത് ധ്യാനിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ചുരുക്കമായിട്ട് സാക്ഷ്യങ്ങൾക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനുമുള്ള അവസരമുണ്ട്.